അവൾ ഇതറിഞ്ഞ ശേഷം അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല ഗംഗേട്ട. അതാ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബം ചിതറിപ്പോവും. അലീന എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാം. ബാലേന്ദ്രൻ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം. വീട് വാങ്ങിക്കൊടുക്കാം, ജോലി വാങ്ങിക്കൊടുക്കാം. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ വേണ്ടതെല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിക്കാം. കോടി രൂപ ചെലവാക്കാനും തയ്യാറാണ് ഞങ്ങൾ. പക്ഷേ വൈജ സത്യം അറിയരുത്. അത് നമുക്ക് ആലോചിക്കാം. വൈജയെ പോലെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ട് അലീനയ്ക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകാനില്ല. അവളുടെ ജീവിതം സുരക്ഷിതമാകണം. 23 വർഷം അവൾ അനാഥയായിരുന്നെങ്കിൽ ഇനിയുള്ള കാലം അവൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കണം. ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. അത് ഞാൻ അലീനെ ഒന്ന് കണ്ടേ, എനിക്ക് അവളോട് സംസാരിക്കണം. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്തെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയാം. ഒരു കുഴപ്പമില്ല ബാലേന്ദ്രൻ, നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എവിടെയാണ്? രാജീവന്റെ അളിയൻ മുരളീകൃഷ്ണന്റെ ഒരു പഴയ വീടുണ്ട്, മേലുകാവിനപ്പുറം. ആ സാർ വന്നോളൂ, വരണം. വാദിയും പ്രതിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വരണം. നിങ്ങളെ തിരക്ക് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. സാർ അലീന എവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നത്. ഇനിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എങ്ങനെ വേണമെന്ന് നിങ്ങൾ പ്രതികളും പോലീസും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചോ. എനിക്ക് അലീന എങ്ങനെയാണോ ഇവിടെ തട്ടിക്കൊണ്ടുപോയത് അതുപോലെ തന്നെ തിരിച്ചിട്ടണം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ചെയ്തു പോയ അബദ്ധമാണ്. താങ്കളത് കേസാക്കാതെ ഒത്തീർപ്പാക്കണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അനുജന്മാരെ. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേസെടുത്തേ പറ്റൂ. സർ, കേസാക്കരുത്. പരാതി ഇല്ലാത്ത വിധത്തിൽ ഞങ്ങളിത് പരിഹരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ മാത്രമായിട്ട് പരിഹരിച്ചാൽ എങ്ങനെ? ഞങ്ങൾ പിന്നെ എന്തിനാ രാവിലെ മുതൽ യൂണിഫോം ഇട്ടുകൊണ്ട് തെരഞ്ഞെടുക്കുന്നത്? അലീന ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് നമുക്കിപ്പോ തന്നെ പോവാം സർ, സമയം വൈകിക്കേണ്ട. ബാലേന്ദ്രൻ എന്ത് പറയുന്നു? ആദ്യം അലീനയുടെ അടുത്തേക്ക്. വണ്ടി എടുക്കോ? മോക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷെ അച്ഛൻ ഒറ്റയ്ക്ക് വിടാൻ പേടിയുണ്ട്. ഞാൻ അവരുടെ കൂടെ അല്ലേ? അതുകൊണ്ട് എനിക്ക് പേടി. പോലീസൊക്കെ ഇല്ലേ മോളെ? ഞാൻ അച്ഛൻ്റെ കൂടെ വരാം, എനിക്ക് അതാ സമാധാനം. ഓക്കെ. മുരളിമാരിപ്പോ വരും. അവര് വരുമ്പോ വരട്ടെ. കലാപരിപാടി വല്ലതും നടക്കൂ. മണിക്കൂറുള്ള വിവരം അറിയാം. എന്നാ ഞാൻ വിട്ടോട്ടെ, എന്റെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ ഈ വണ്ടിയുടെ കാര്യോ? അതിവിടെ കിടക്കട്ടെ. മുതലാളിമാരെ വിലക്ക് വാങ്ങിയതാ. ഇനിയിപ്പോ ഇത് പുറത്തിറക്കാൻ പറ്റില്ല. അയച്ച് പാസ്സാക്കി കമ്മത്ത് കൊണ്ടുപോയി ഇരുമ്പ് വിലക്ക് വെക്കണം. അത് ബുദ്ധി. നിങ്ങളുടെ കാശ് കിട്ടിയോ? അതൊക്കെ അഡ്വാൻസാ. ആദ്യമേ കിട്ടിയില്ലെങ്കിലേ പിന്നെ കിട്ടാൻ പാടാ. എന്നാ വിട്ടോ. ഒരെണ്ണം കൂടി ഒഴിച്ചേക്ക്. നടന്ന് കണ്ടേ മലയിറങ്ങാൻ. നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയത്തില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. നമുക്ക് അവളെ ഒന്ന് മുട്ടി നോക്കിയാലും. മുതലാളിയുടെ സമ്മതം കിട്ടിയിട്ട് പോരെ. അതൊക്കെ തരുമെന്നേ, നമ്മളല്ലേ ബുദ്ധിമുട്ടിയത്. അങ്ങനെ ആവട്ടെ. അറിഞ്ഞായിരുന്നോ വിവരം? പകലിവിടെ ബൈസ്റ്റാൻഡറായി നിന്ന പെങ്കൊച്ചില്ലേ അലീന, നിങ്ങളുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചിനെ കാണാനില്ലെന്ന് വീട്ടിലെത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫാ. ആ പെണ്ണ് വല്ലവന്റെ കൂടെ പോയതായിരിക്കും. നിങ്ങളിവിടുത്തെ നഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരല്ലേ? ഇങ്ങനെ അപവാദം പറയുന്ന സ്വഭാവം നല്ലതാണോ? ഞാനൊരു ഊഹം പറഞ്ഞേ ഉള്ളൂ. ഊഹം പറച്ചില്ല, അപവാദം പരദൂഷണം ഒക്കെ. നിങ്ങൾ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് രഹസ്യക്കാരന്റെ വീട്ടിൽ കയറി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ? വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കല്ലേ. നിങ്ങൾക്ക് പറയാം, ഞാനൊരു ഊഹം പറഞ്ഞത്. ആ പെണ്ണ് പിന്നെ എങ്ങോട്ട് പോയി? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിയ പോരെ? പോലീസിന്റെ ജോലി കൂടെ ചെയ്യണം. അതിനെ കാണാതെ ഇത് ഞങ്ങളുടെ കുറ്റാണോ? ആണെന്ന് ആര് പറഞ്ഞു? എന്നായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല അത്. അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും. അങ്ങനെയാ വിചാരിക്കേണ്ടത്, അല്ലാതെ. ഹലോ അങ്ങളെ, എടാ നീ എവിടെയാ വനു? ഞാൻ ട്രിവാൻഡ്രത്തങ്ങളെ. ഞാൻ പറഞ്ഞിട്ടില്ല വന്നേ. ശാസ്ത്രമംഗലത്ത് രാവണി അമ്മമ്മയുടെ മക്കളും അവരുടെ മക്കളും ഉണ്ടല്ലോ. അലീനെ ഇങ്ങോട്ടെങ്ങനെ കടത്തിക്കൊണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നാ. ശരി, ഇത് നീ നേരത്തെ പറയണായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളെ. എന്താ പറയുക, ഞാൻ ഈ പരക്കം വാച്ചിനിടയിൽ മറന്നു വിചാരിക്കും. എടാ അലീന ഇവിടെ ഉണ്ടോ? അവിടെ ഇവിടെ? അവൾക്ക് എന്നെ പറ്റിയതാ? മനു, പറ്റിയതൊന്നുമല്ല. നിന്റെ അച്ഛനും കൊച്ചച്ഛനും കൂടെ കൊട്ടേഷൻ കൊടുത്ത് കിഡ്നാപ്പ് ചെയ്തതാ. എവിടെയാണ് നിങ്ങളെ? എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറ. അവിടെ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റി മേലുകാവിനപ്പുറത്ത് മലയിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലോട്ടാ കൊണ്ടുപോയത്. അവിടെ ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ പൂട്ടിട്ടേക്കെന്ന് പറയും. അന്ന് കണ്ടില്ലേ ഇതുവരെ? ഇല്ലടാ, നിന്റെ അച്ഛനും കൊച്ചച്ഛനും കൂടെ കുറ്റസമ്മതം നടത്തിയപ്പോഴാ ഗംഗേട്ടൻ വന്ന് സമ്മതിപ്പിച്ചതാ. ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടെ അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുക. ഒരു വേണ്ടി പോലീസ് കൊണ്ട് കൂടെ. അവർ എന്തിനാ ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തേ? പുന്നാര പെങ്ങളോടുള്ള ഒടുക്കത്തെ സ്നേഹം, പിന്നെ ബാലയെ അലീനെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ? അതിനുവേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാ. ഇനിയിപ്പോ സംഭവ സ്ഥലത്തോട് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ അലീന ഏത് കോലത്തിലായിരിക്കും, ജീവൻ ബാക്കി ഉണ്ടാവുമെന്നൊക്കെ. എടാ നിന്റെ അച്ഛന്റെയും കൊച്ചച്ഛന്റെയൊക്കെ തലയ്ക്ക് വലിയ വിലയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ ഭീകരന്മാരുടെ തലയ്ക്കൊക്കെ വിലയിടത്തില്ല ഗവൺമെന്റ്. അതുപോലെ കട്ട് ചെയ്തേക്ക് എനിക്ക് കേൾക്കണ്ട. ഞാൻ വീട്ടിൽ ജനിച്ചു പോയല്ലോ. സാരമില്ല, അതിന് നീങ്ങി പോരെ. തിരുവനന്തപുരത്ത് ചാത്തമംഗലത്തൊന്നും അലീനയെ തപ്പി അറിയണ്ട. നീങ്ങി തിരിച്ചു പോരും. ഓക്കെ ഓക്കെ. അലീന സാർ, സാർ അതിനകത്ത് മുറിയിൽ അടച്ചിട്ടിരിക്കുക. അലീന അലീന അറിയാതെ അച്ഛൻ വന്നില്ലേ മോളെ? സാരില്ല സാരില്ല. ചേച്ചി വിഷമിക്കാതെ, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ മാത്രമല്ല, പോലീസൊക്കെ വന്നിട്ടുണ്ട്. കരണ്ട മോളെ, കരണ്ട. സർ, എന്താ പ്രശ്നം? ആ കുട്ടിയിലെ അകത്ത് എല്ലാ റൂമും കൂട്ടിയിട്ടിരിക്കുക. കുട്ടി ഒരു റൂമിലുണ്ട്, അതകത്തൊന്ന് ബോൾട്ട് ഇട്ടിരിക്കുക. തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതെ, അലീന അവിടെ റൂമിലുണ്ട്. ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അവള് വാതിലിന്റെ പല ഭാഗത്ത് ചുറ്റി വെച്ച് ആണി അടിച്ചു വെച്ചിരിക്കുക. ചവിട്ടി വിളിക്കാൻ നോക്കി നടക്കത്തൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? തുറക്കണ്ടേ? വല്ല ഒരളോ മരവോ കൊണ്ടൊന്നും 4-5 പേര് ഒത്തുപിടിച്ചിട്ടും ആഞ്ഞിടിച്ചാൽ തുറക്കാൻ പറ്റുമായിരിക്കും. എന്നാ അങ്ങനെ നോക്കാം. മോൾക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അവിടെ ഒന്ന് പുറത്തിറക്കാൻ നോക്ക്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ടില്ല. എന്നാലും എന്റെ ശിവേട്ടാ, എന്നെയാണ് തന്നോട് പറയേണ്ടത്. കൊള്ളാം, തെരഞ്ഞെടുത്ത സ്ഥലം, ഇത് കണ്ടുപിടിച്ച ബുദ്ധി. നിന്നെയൊക്കെ തെരണ്ടി വാലിൽ അടിക്കട്ടെ. സാറേ വലക്ക വാതിലടിച്ച് വിളിക്കാൻ പോവാ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലോ. എടോ നോക്കി നിൽക്കാതെ ചെന്ന് അവരൊന്ന് ഹെൽപ്പെങ്കിലും ചെയ്യണോ? താനൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചല്ലേ ഇത്. The person you are calling is not answered. Please call again later. നിങ്ങൾ വിളിക്കും. അച്ഛാ, അലീന ചേച്ചിയുടെ ഹാൻഡ് ബാഗ് ചെരുപ്പൊക്കെ
ആ വണ്ടിക്കകത്താ. സാർ അലീനയുടെ ബാഗ് വണ്ടിയിലുണ്ട്. ഒന്ന് എടുക്കണമല്ലോ. പോലീസുകാർക്കില്ലേ അതിനുള്ള അധികാരം. നിങ്ങൾ വേദന എടുത്തുണ്ടോ? അപ്പോ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റേഷനിലേക്ക് പോകാം. പെൺകുട്ടിയുടെ മൊഴിയെടുക്കണം. പിന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന് അടച്ചിട്ട ഗുണ്ടകളുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ കൃത്യമായിട്ട് പറയണം. നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവരിവിടുന്ന് മാറിക്കളഞ്ഞത്. അവരെയും കസ്റ്റഡിയിൽ എടുക്കണം. താങ്കളത് കേസാക്കരുതെന്ന എന്റെ അപേക്ഷ. എന്റെ അനുജന്മാർക്ക് തെറ്റുപറ്റിപ്പോയി. പറ്റിപ്പോയെന്നു? ഇതെന്താ അബദ്ധമാണോ? അല്ല, മനഃപൂർവ്വം ചെയ്ത. പക്ഷെ കേസാക്കിയാൽ ഇവര് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ജോലി നഷ്ടപ്പെടും. പിന്നെ ജയിലിൽ കയറേണ്ടി വരും. മാനഹാനി വേറെ. മിസ്റ്റർ ബാലേന്ദ്രനാണ് പരാതിക്കാരൻ. ബാലേന്ദ്രൻ എന്ത് പറയുന്നു? സാർ ഞാൻ കംപ്ലൈന്റ് ചെയ്തേ ഉള്ളൂ. മാനസിക പീഡനം മുഴുവൻ അനുഭവിച്ചത് അലീനയാണ്. അവള് തീരുമാനിക്കട്ടെ. അലീന, ഇത്തവണത്തേക്കും കൂടി ക്ഷമിച്ചൂടെ? ഇനി ഒരിക്കലും ആരും നിനക്കെതിരെ ശബ്ദിക്കുക പോലുമില്ല. കുട്ടി പറഞ്ഞോളൂ, നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ യുവന്മാരെ എല്ലാം പിടിച്ചു കെട്ടി നേരെ ലോക്കപ്പിൽ കൊണ്ടിടത്തുള്ളൂ. നാളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കും. വേണ്ട സാർ, അവര് പൊയ്ക്കോട്ടെ. വേണ്ട, അങ്ങനെ വെറുതെ വേണ്ട. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചോമാരാ. അലീനയുടെ കാലത്തോട് ക്ഷമ ചോദിക്കേണ്ടി വരും. എന്താണ്, മടിയാണോ, ദുരഭിമാനം, അതോ നാണക്കേട്? എന്നാ പിന്നെ സ്റ്റേഷനിലോട്ട് പോവാം. അവര് ക്ഷമ ചോദിക്കും ബാലേന്ദ്ര. ഇല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നടക്കട്ടെ. എന്താണ് താമസം? സോറി, പ്ലീസ് ഫോർഗീവ് മീ. ചോറിയ ഫോർഗീവൊക്കെ അങ്ങ് സിംഗപ്പൂര്. പച്ച മലയാളത്തിൽ ചോദിക്കണം. പന്നി, എന്റെ മോളെ, ഞാൻ നിന്നോട് പൊറുക്കാൻ പറ്റാത്ത അപരാധം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം. ചോദിക്കടാ. എന്റെ മോളെ, ഞാൻ നിന്നോട് പൊറുക്കാൻ പറ്റാത്തത്ര അപരാധം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം. അടുത്തത് ശിവേട്ടൻ. ഒരാൾ പോരെ ബാലേന്ദ്ര. ശിവേട്ട ദുരഭിമാനം എടുത്തേക്ക് ദൂരക്കള. ആരോടാണ് ക്ഷമ ചോദിക്കുന്നത് എന്നുള്ള നല്ല ഓർമ്മ വേണം. 23 വർഷത്തെ കുടിശ്ശിക ബാക്കിയുണ്ട്. എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞു. എന്റെ മോളെ, ഞാൻ നിന്റെ അടുത്ത് പൊറുക്കാൻ പറ്റാത്ത അപരാധം ചെയ്തിട്ട് പൊറുക്കണം. ക്ഷമിക്കും. ആരോടാണ് ക്ഷമ ചോദിക്കുന്നത് എന്നുള്ള നല്ല ഓർമ്മ വേണം. എന്റെ മോളെ, ഞാൻ നിന്റെ അടുത്ത് പൊറുക്കാൻ പറ്റാത്ത അപരാധം ചെയ്തിട്ടുണ്ട്. പൊറുക്കണം. എടോ, തന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അവളെ ഏതോ ഒരുത്തിൽ നിന്ന് ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചവളാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നോ? എനിക്ക് അലീനെ ഒന്ന് കാണണം. എല്ലാത്തിനും എല്ലാവർക്കും വേണ്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക.